ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒഡീഷ എഫ് സിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്ലേയേഴ്സിന്റെ കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു ക്ലബ്ബ് ബംഗളൂരു എഫ് സി അവരുടെ പ്ലേയേഴ്സിന്റെ ഈ മാസത്തെ സാലറിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അത് ഈ മാസം നൽകാനാവില്ല എന്നൊക്കെയുള്ള തരത്തിൽ അവരുടെ പ്ലേയേഴ്സിനെ അറിയിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരികയാണ്. ഈ ISLന്റെ ഒരു അൺസർട്ടനിറ്റി ഒക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്. അപ്പം ഈ അടുത്ത് എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലേയേഴ്സിനെയും കോൺട്രാക്റ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എവിടുന്നൊക്കെയോ ന്യൂസ് വന്നു, റിലയബിൾ സൈഡിൽ നിന്നല്ല, പക്ഷെ അതൊരു ഫേക്ക് ആണ് എന്നുള്ള തരത്തിലേക്കാണ് മാർക്കസിന്റെ ലേറ്റസ്റ്റ് ട്വീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലോ, 8 ISL ക്ലബ്ബ് ജോയിൻ്റ് ആയിട്ട് ചെയ്തിട്ട് AFFന് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. അവരുടെ കൺസേൺസ് എന്താകും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിലൊരു കൺഫർമേഷൻ വരുന്നു AFFന്റെ സൈഡിൽ നിന്ന്. ഈ വ്യാഴാഴ്ച ഈ 8 ക്ലബ്സിൻ്റെ CEOയും AFFും ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എഗ്രീഡ് പറഞ്ഞിട്ട് പോകുക എന്നുള്ളത് എന്താണെങ്കിലും ക്ലബ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കൺസേൺസ് തീർച്ചയായിട്ടും റിയൽ തന്നെയാണ്, അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് AFFന് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഈ ഒരു MRIയുമായി ബന്ധപ്പെട്ടുള്ള പുതുക്കൽ, അത് ഈ ഒരു സുപ്രീം കോടതിയുടെ വേർഡിക്റ്റൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ഇപ്പം കൂടുതൽ നീണ്ടുപോകുന്നതെന്നൊക്കെയുള്ളതാണല്ലോ പറയുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല ഈ വിധി ഈ മാസം ഇനി വരുമെന്നുള്ള അറിയത്തില്ല. ജൂലൈ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഒരേ അറിവുമില്ല. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതിൻ്റെ വിധി വന്നിട്ട് നടത്താനിരുന്ന മിക്കവാറും 1-2 ISL സീസണിൻ്റെ കാര്യം പോക്കാണെന്നാണ് പോകുന്നത്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യത്തിൽ FSDAയിലും AFFും ക്ലബ്സും ഒക്കെ ചേർന്നിട്ട് ഒരു നീക്കുപോക്ക് നടത്തുക, അതല്ലാണ്ട് ഒരു രക്ഷയില്ല. അതിന് സുപ്രീം കോടതിനെ കൺവിൻസ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇത്രയും ക്ലബ്ബുകളും അല്ലെങ്കിൽ മത്സരങ്ങൾ നടക്കാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകും എന്നുള്ളത്. ഇനി ഖാലിദ് ജമീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഖാലിദ് ജമീൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനാകുമെന്നുള്ള കാര്യം AFF തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ പേജിലൂടെയൊക്കെ തന്നെ. എന്നാൽ നിലവിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേവരെ ഡോക്യുമെന്റ്സ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ജംഷഡ്പൂർ FC അല്ലെങ്കിൽ ഖാലിദ് ജമീലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ചർച്ചകൾ എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഒരു 2+1 ഒക്കെയാണ് നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മാർക്കസ് പറയുന്നത്, AFFന്റെ സ്വന്തം മാർക്കസ് പറയുന്നത്. അപ്പോൾ അത് എനിക്കറിയത്തില്ല. ഈ അടുത്ത് കേട്ടിരുന്നത് ഒരു ഷോർട്ട് ടേം കോൺട്രാക്റ്റ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ജംഷഡ്പൂർ FC എന്തായാലും ഒരു ഡുവൽ റോൾ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഓക്കെ അല്ല എന്നുള്ള ചില വാർത്തകളൊക്കെ കേട്ടിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെ. നമുക്ക് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിട്ട് ഇനി ഒരു ഡുവൽ റോളുള്ള ഒരു കോച്ചിന് വേണ്ട. അത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, നാഷണൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം, ആ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പെർമനൻറ്റ് കോച്ച്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോച്ച് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസർ അമേരിക്കൻ ചെയ്യാം.